നമസ്കാരം, ഞാൻ ബീന വിജയൻ. എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് നേന്ത്രപ്പഴം കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കാം. ഉന്നക്ക എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നല്ല മധുരമുള്ള ഒരു സ്വീറ്റാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഉന്നക്കായ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പഴുത്ത ഏത്തപ്പഴം, ഇത് നല്ല പഴുപ്പാകരുത്, പിന്നെ പഴുക്കാത്തതും ആകരുത്, മീഡിയം പഴുപ്പാണ് വേണ്ടത്. പിന്നെ കുറച്ച് പഞ്ചസാര, ആവശ്യത്തിന് തേങ്ങ, മുട്ട, ഏലക്ക, കാഷ്യൂനട്ടോ ബദാം പരിപ്പോ, പിന്നെ ബ്രെഡ് ക്രംസിന് വേണ്ടി ഇവിടെ റൊട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് ബ്രെഡ് ക്രംസ് ആക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ആവശ്യത്തിന് പൊരിക്കാനുള്ള എണ്ണയും കൂടി. ഇത്രയും സാധനങ്ങളാണ് ഉന്നക്കായ്ക്ക് വേണ്ടത്. ഇനി അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഏത്തപ്പഴം ഇതുപോലെ ചെറിയ പീസായിട്ട് നുറുക്കിയെടുക്കുക. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കറുത്ത നാര് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത് ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഇത് വേവാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. ഇത് വേവിച്ചെടുക്കണം. ഏത്തപ്പഴം നമ്മൾ ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് വേകാൻ വെച്ചിരിക്കുകയാണ്. ഇനി ഇത് മൂടി വെച്ച് ഇത് വേവിക്കാം. തീ കുറച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വേകട്ടെ. തീ കുറച്ചിട്ടിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഒരു ചെറിയ അടുപ്പിലേക്ക് ഇത് മാറ്റുകയാണ്. ഇടയ്ക്ക് ഇളക്കണം, അടി പിടിക്കരുത്. നല്ല രീതിയിൽ വെന്ത് വരണം, വെന്ത് ഉടഞ്ഞ് വരണം. അതുകൊണ്ട് ഇതിവിടെ ചെറിയ തീയിൽ കിടന്ന് വേകട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സിന് ആവശ്യമായ സാധനങ്ങൾ ചേർക്കണം. നമുക്ക് ഫില്ലിങ്ങിനായിട്ട് വേറൊരു സോസ് പാൻ എടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ആവശ്യത്തിനുള്ള തേങ്ങയും ഇട്ട് പഞ്ചസാരയും തേങ്ങയും കിടന്ന് ഉരുകി, തീ കുറച്ചിട്ട് ഒന്ന് ഉരുകി അല്പം വെള്ളം ഒഴിക്കാം കേട്ടോ. അല്പം വെള്ളം കൂടി ഒഴിക്കുകയാണ്. ആ പഞ്ചസാരയൊന്ന് മെൽറ്റാവാനും ആ തേങ്ങയിലേക്ക് പിടിക്കാനുമായിട്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് അല്ലെങ്കിൽ പിസ്തയോ ബദാമോ എന്ത് വേണമെങ്കിലും ഇടാം. എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിടാം. ഇതിലേക്ക് ഞാൻ ബദാം നുറുക്കി ഇട്ടിട്ടുണ്ട്. കാഷ്യൂനട്ട് ഇടാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇടാം. ഈ പഞ്ചസാരയും തേങ്ങയും കാഷ്യൂനട്ട് പിന്നെ കിസ്മിസ് അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ഇടാം. ഇതിൽ കിടന്ന് നല്ല രീതിയിൽ വരണ്ട് വരണം. ഇത് ഒരുവിധം വരണ്ട് വന്നിട്ടുണ്ട്. ഈ പഴം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കാതെ. അതവിടെ ഇരുന്ന് നല്ല രീതിയിൽ വെന്തുടയണം. ഇനി ഇതിലേക്ക് നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. മുട്ട ഇതിൻ്റെ കൂടെ ചിക്കി എടുക്കുകയാണ്. മുട്ടയും തേങ്ങയും കാഷ്യൂനട്ട് പഞ്ചസാര എല്ലാം കൂടിയുള്ള ഒരു മിശ്രിതമാണ് നമ്മൾ ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിനാണ് മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് മുട്ട ചേർക്കണ്ട. തേങ്ങയും കാഷ്യൂനട്ടും മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, തേങ്ങയും കാഷ്യൂനട്ട് അവൽ വയ്ക്കുന്നവരും ഉണ്ട്. അവൽ ഇഷ്ടമുള്ളവർക്ക് അവൽ നിറയ്ക്കാം.
മുട്ട നിറയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെയുള്ളൊരു കൂട്ട് ഇതിൻ്റെ കൂടെ വയ്ക്കാം. എല്ലാവർക്കും തോന്നാം ഇത് പഞ്ചസാരയും മുട്ടയും തേങ്ങയൊക്കെ ഒരു ചുവ വരുമോ? ഇല്ല, ഒരു ചുവ വ്യത്യാസവും വരില്ല. നല്ല സ്വാദാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ തൊണ്ടൊക്കെ മാറ്റിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചിരുന്നു, അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്ത് വയ്ക്കുന്ന ഫില്ലിങ്സ് അവരവരുടെ ഇഷ്ടമനുസരിച്ചാണ്. ട്രഡീഷണൽ രീതിയിൽ മുട്ട തന്നെയാണ്. ഇത് നൊയമ്പുതുറ വിഭവങ്ങളിലെ ഒരു പ്രധാന ഇനമാണ്. ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ നൊയമ്പിൻ്റെ സമയത്ത് ബേക്കറികളിൽ ഇത് മേടിക്കാൻ കിട്ടും. അല്ലാത്ത സമയത്ത് അധികം കാണാറില്ല. ഈ സമയത്ത് മധുരം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് പാകത്തിനായിട്ടുണ്ട്, ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഈ പഴം ഇതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് ഉടച്ചുടച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി ഒട്ടും വെള്ളം ഇല്ലാത്ത രീതിയിൽ നമ്മളാക്കിയെടുക്കണം. ഈ തവി കൊണ്ട് തന്നെ ഇതിനെ ഉടച്ചു കൊടുത്ത് ഒട്ടും തരിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഉടച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. വെള്ളം പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം പൂർണ്ണമായിട്ടും വറ്റണം. ഇത് നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് പേസ്റ്റ് പോലെ വരത്തക്ക രീതിയിലെല്ലാം ഉടഞ്ഞ് വെള്ളം വറ്റി ഡ്രൈ ആയി വരണം. നമ്മുടെ ഏത്തപ്പഴം നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞ് ഒട്ടും തരിയില്ലാത്ത രീതിയിൽ ഉടച്ചെടുത്ത് ഇതുപോലെ വെള്ളം വറ്റി ഇതുപോലെ ഉരുണ്ട് വരത്തക്ക രീതിയിൽ അത്രമാത്രം ഇത് കിടന്ന് വറ്റി വരണ്ട് തന്നെ. ഇപ്പോൾ തീ ഓഫാക്കി ഇനി ഇത് ആറാൻ വയ്ക്കുകയാണ്. കണ്ടോ, ഒട്ടും വെള്ളമയം ഇല്ലാത്ത രീതിയിൽ ഇത് കണ്ടോ, ഇങ്ങനെ മുറിഞ്ഞ് വീഴത്തക്ക രീതിയിൽ നമുക്കിനി ഇതിനെ ഉരുളയാക്കാനുള്ളതാണ്. അപ്പോൾ ആ പാകം വരെയും ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ച് ഇതുപോലെ ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി ഇതിനെ തണുക്കാനായിട്ട് വയ്ക്കുകയാണ്. ബ്രെഡ് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്നോ രണ്ടോ ഒന്ന് കറക്കി കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞ് കിട്ടും. ഈ ബ്രെഡ് ക്രംസ് ആണ് നമ്മൾ ഇതിന് കോട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. നമ്മുടെ ബ്രെഡ് ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പഴം ആറിയതിന് ശേഷം ഇതുപോലെ കയ്യിലൽപ്പം എണ്ണ തടവി ഇതുപോലെ ബോളാക്കി എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് വയ്ക്കാനുള്ള തേങ്ങയും മുട്ടയെല്ലാം കൂടി നമ്മൾ വിളയിച്ച് വെച്ചിരുന്നത് ഇതുപോലെ ഇതിനകത്ത് വയ്ക്കാനുള്ള എളുപ്പത്തിന് ഞാനിങ്ങനെ അല്പം ഒന്ന് കൈകൊണ്ട് ഷേപ്പാക്കി വെച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബ്രെഡ് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ച് ബ്രെഡ് ക്രംസ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മുട്ട എടുത്തിട്ട് അതിലേക്ക് ഒരു തുള്ളി വാനില എസൻസ് ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ഇനിയുള്ള പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ഫില്ലിങ് വെച്ചതിന് ശേഷം അതൊന്ന് ഷേപ്പാക്കണം. ഉന്നക്ക എന്ന് പേര് വരാൻ കാരണം ഉന്നക്ക എന്ന് പറയുന്ന ആ ഫ്രൂട്ടിൻ്റെ ഷേപ്പായതുകൊണ്ടാണെന്നാണ് എൻ്റെ വിചാരം. ഞാൻ ഉന്നക്ക എന്ന് പറയുന്ന ഫ്രൂട്ട് കണ്ടിട്ടില്ല. ഇത് കാണുന്നവർ അത് പരിചയമുള്ള ഒരു ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. ഞാനത് കണ്ടിട്ടില്ല ആ ഫ്രൂട്ട്. കയ്യിലൽപ്പം ഞാൻ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. നമ്മുടെ ബ്രെഡ് ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതിനകത്ത് വയ്ക്കാനുള്ള എളുപ്പത്തിന് ഞാനിങ്ങനെ അല്പം ഒന്ന് കൈകൊണ്ട് ഷേപ്പാക്കി വെച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബ്രെഡ് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ച് ബ്രെഡ് ക്രംസ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ
ഇതിനകത്ത് നമ്മൾ ഫില്ലിങ് വയ്ക്കുകയാണ്. ഈ ഫില്ലിങ് ഇതുപോലെ വെച്ചിട്ട് അതിൽ ഷേപ്പാക്കുകയാണ്. നന്നായിട്ട് അത് സീൽ ചെയ്യണം. ഈ രണ്ട് വശം അല്പം കൂർത്തിട്ടുള്ളൊരു ഷേപ്പാണ്. അങ്ങനെയാണോ ഉന്നക്കയുടെ ഷേപ്പ് എന്ന് എനിക്കറിയില്ല. ദയവ് ചെയ്ത് ആർക്കെങ്കിലും ആ ഫ്രൂട്ട് പരിചയം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യണം. ഇപ്പോൾ ഇത്ര ഷേപ്പ് ഞാൻ ആക്കുന്നുള്ളൂ. ഇനി ഇത് മുട്ടവെള്ളയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഷേപ്പ് ആക്കണം. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ല രീതിയിൽ സീൽ ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മളിത് ഇനി എണ്ണയിൽ പൊരിച്ചെടുക്കാനുള്ളതാണല്ലോ. ഇതുപോലെ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. പഴമെല്ലാം ഞാൻ ഉരുളകളാക്കിയതിന് ശേഷം അതിനകത്ത് ഫില്ലിങ് വെച്ച് ഈ ഷേപ്പിൽ ഏകദേശം ഈ ഷേപ്പിലാക്കി വെച്ചിരിക്കുന്നു. ഇനി ഇത് ഓരോന്നും എടുത്ത് ഈ ഞാൻ മുട്ട ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. മുട്ട വെള്ള മാത്രം ഉപയോഗിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ മുട്ടയുടെ ഒരു മണം പോകാൻ വേണ്ടി ഞാൻ അല്പം 2 തുള്ളി വാനില എസൻസ് ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നും ഇതുപോലെ കട്ട്ലേറ്റൊക്കെ മുക്കി പൊരിക്കണത് പോലെ ഇതുപോലെ ഇതിൽ മുക്കി ബ്രെഡ് ക്രംസിലേക്ക് ഇടുകയാണ്. ഈ ബ്രെഡ് ക്രംസ് കൊണ്ടാണ് നല്ല രീതിയിൽ അത് ഒന്നുകൂടെ ഷേപ്പ് ആക്കണം. ഇത് ഇങ്ങനെ പുരട്ടി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിന് ഒരു കണ്ടെയ്നറിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്നിട്ട് ആവശ്യാനുസരണം കട്ട്ലേറ്റൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ പൊരിച്ചെടുക്കാം. അധികം മുരിഞ്ഞൊന്നും ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ കളറൊന്നും ആവേണ്ട. ഇതിനകത്ത് അധികം വേവേണ്ടതായ ഒന്നുമില്ല. എല്ലാം വെന്ത സാധനം തന്നെയാണ്. ഈ മുട്ടയും ഈ ബ്രെഡും ഒന്ന് മുരിഞ്ഞ് വന്നാൽ മതി. പെട്ടെന്ന് തന്നെ ആകും. നമുക്ക് ആവശ്യമുള്ള സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് മുട്ടയിൽ മുക്കിയെടുക്കട്ടെ. ഈ മുട്ടയിൽ മുക്കി ഞാനിതെല്ലാം ഈ ബ്രെഡ് ക്രംസിൻ്റെ മേലിലേക്ക് ഇട്ടു. ഇനി ഇതുപോലെ എടുത്തതിന് ശേഷം ബ്രെഡിൻ്റെ പൊടി അല്പം എടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കണം. രണ്ടറ്റം ഇങ്ങനെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് കൂർത്ത് വരിക. അതാണ് അതിൻ്റെ അപ്പോൾ ആ ബ്രെഡോട് കൂടി ചേർന്നിരിക്കണം. അതിങ്ങനെ ഏകദേശം ഈ ഷേപ്പാണ്. ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ആവശ്യാനുസരണം പൊരിച്ച് എടുക്കാവുന്നതാണ്. ഇതുപോലെ ആക്കിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇതുപോലെ ഇനി എല്ലാം തന്നെ ഇതുപോലെ ഷേപ്പാക്കി എടുക്കണം. ഇനി ഇതുപോലെ എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഈ രീതിയിൽ ഷേപ്പാക്കി ഇതിനകത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ച് റൊട്ടിപ്പൊടിയിലൊക്കെ മുക്കി ഈ രീതിയിലാക്കിയിട്ടുണ്ട്. ഉന്നക്കയുടെ ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള എണ്ണയിൽ വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലിലോ നെയ്യിലോ നമുക്ക് ആവശ്യാനുസരണം വറുത്തെടുക്കോരാം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു വിഭവമാണിത്. ഇനി ഇത് വറുത്തും കൂടി കാണിച്ചു തരാം. നമ്മളിനി ഇതേപോലെ ഷേപ്പാക്കി വെച്ചിരുന്ന ഉന്നക്ക നമ്മൾ ഓയിലിൽ വറുത്ത് കോരുകയാണ്.
അല്പം ഡീപ്പായിട്ട് തന്നെ വറുക്കണം. അതുകൊണ്ട് ഒരു സ്വല്പം കുഴിയുള്ളൊരു പാത്രത്തിൽ ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇത് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് വറുക്കാം. ചൂടായിട്ടുണ്ടെന്ന് വലിയൊരു സോസ് പാൻ എടുത്തിട്ട് അതിൽ ഒന്നിച്ചിട്ട് വറക്കുമോ അല്ലെങ്കിൽ കുറച്ച് ആയിട്ട് വറക്കുക, അവരൊക്കെ ഇഷ്ടം പോലെ വറക്കാം കേട്ടോ. അത് ഞാനിപ്പോൾ ഒരു കുറച്ച് ഓയിലെടുത്ത് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഓയിലെടുത്തിട്ടാണ് വറുക്കുന്നത്. ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയാൽ മതി. ഒരു സൈഡ് പതുക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് കൂടെ മറിച്ചിടാം. അതൊന്ന് ഗോൾഡൻ ആവട്ടെ. അപ്പോൾ ഇത് ഗോൾഡൻ കളറായിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. കോരി മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ വറുത്തെടുക്കാം. തീ അല്പം കുറച്ച് വയ്ക്കണം. ഇതും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ ഉന്നക്കയൊക്കെ ഇതുപോലെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മേലെ ഇട്ട് അതിൻ്റെ എക്സസ് ആയിട്ടുള്ള ഓയിലെല്ലാം വലിക്കാൻ പാകത്തിന് ഇതേപോലെ നിരത്തി ഒരു 2 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ ഇതിന് എക്സസ് ആയിട്ടുള്ള ഓയിലെല്ലാം ടിഷ്യൂ പേപ്പറിലേക്ക് വലിച്ചോളും. ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്.